ജാഗ്രത്തും സ്വപ്നവുമായി അന്യഥാഗ്രഹണം കൊണ്ടുവരുന്ന ആ ഒന്നാണ് ഈ കാണുന്ന ജഗത്തെല്ലാം. ഉള്ളതല്ല. ഞാൻ വീട് കാണുമ്പോൾ വീടുണ്ടായി എന്നിൽ, അതിനകത്തിരിക്കുമ്പോൾ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിലാണ് എന്ന് സങ്കല്പിച്ചാൽ എന്നിൽ ഫ്ലാറ്റായി. വീട്ടിലിരുന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്നവനായി. ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് ഇപ്പൊ എനിക്കറിയില്ല, പിള്ളേർക്കറിയാം. അച്ഛൻ വീട്ടിലെ കസേരയിൽ ഇരിപ്പുണ്ടെന്നാ പറയാ. സത്യത്തിൽ അച്ഛനപ്പോൾ അവിടെ ഇരിപ്പില്ല, കസേരയിലിരുന്ന് എറണാകുളത്തെ ഫ്ലാറ്റിലിരിക്കുകയാണ്. അതാണ് പുറത്ത് ആള് വന്നൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ അവിടെ ഉണ്ടല്ലോ, വിളിച്ചാൽ മതിയല്ലോ, നീ കണ്ടില്ലേ, ഒന്നും അച്ഛൻ അറിഞ്ഞിട്ടില്ല. കാരണം അച്ഛനിപ്പോ എറണാകുളത്തെ ഫ്ലാറ്റിലാണ്. അപ്പോഴാ ചെന്ന് അച്ഛാന്ന് വിളിക്കും. ഇപ്പൊ ഒരു സ്വപ്നം കഴിഞ്ഞു, മനസ്സിലായില്ല, ഒരു കിനാവ് കഴിഞ്ഞു. ആ കിനാവ് കഴിഞ്ഞപ്പോ വീട്ടിലാണെന്ന കിനാവ് ഉണർന്നു. ആ കിനാവിൽ അയാൾ നടന്നു വരുന്നത്. ഈ നടന്നു വരുന്നതും ഒരു കിനാവ്, ആ കസേരയിലിരുന്ന് കണ്ടതും ഒരു കിനാവ്. ചുരുക്കത്തിൽ ജാഗ്രത്തും സ്വപ്നവും ഒരുപോലെ കിനാവു മാത്രം. എന്റെ ബോധത്തിൽ സംഭവിക്കുന്ന ജാഗരിതമെന്നും സ്വപ്നമെന്നും വേർപെടുത്തി പറയുന്ന അന്യഥാഗ്രഹണം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന വെളിവ് മുഴുവൻ. സമസ്ത ശാസ്ത്രങ്ങളും സമസ്ത വൈഖരികളും സമസ്ത കവിതകളും സമസ്ത സാഹിത്യവും വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഈശ്വരന്മാരും മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും എല്ലാം ബോധം മാത്രം സത്യം. അത് പറയുമ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എല്ലാം എല്ലാ മതങ്ങളും, എന്റെ മതം സ്വപ്നമല്ല, അങ്ങനല്ല, എല്ലാം ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും ഗാർഹസ്ഥ്യവും സന്യാസവും എല്ലാം. ഗാർഹസ്ഥ്യം സ്വപ്നം, സന്യാസം യാഥാർത്ഥ്യം അല്ല. സ്വാമി, സന്യാസമല്ലേ ഒരു സ്വപ്നം? ജാഗ്രത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഗാർഹസ്ഥ്യമല്ലേ ഒരു യാഥാർത്ഥ്യം? അല്ല, രണ്ടും സ്വപ്നം. സന്യാസത്തിലിരുന്ന് ഗാർഹസ്ഥ്യത്തെ സ്വപ്നം കാണുമ്പോഴും ഗാർഹസ്ഥ്യത്തിലിരുന്ന് സന്യാസത്തെ സ്വപ്നം കാണുമ്പോഴും ഇതൊരു മരീചിക മാത്രം. അപ്പൊ ചുരുക്കത്തില് ഇതൊന്നും സത്യമല്ല. ഏകമായ ബോധം മാത്രം സത്യം. ഒരമ്മ അടുത്തിരിക്കുന്ന ആളിനെ തൊട്ട് നോക്കുക, സത്യമാണോ എന്നറിയാൻ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പറഞ്ഞപ്പോഴമ്മ ഉറക്കത്തിൽ തുടർന്ന്. അപ്പോ ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞപ്പോ പതുക്കെ ഇങ്ങനെ തൊട്ടിട്ട് നോക്കുക, അടുക്കിരിക്കുന്ന ആളുള്ളതാണോ, സ്വാമി പറഞ്ഞ പോലെ ഇല്ലാത്തതാണ്. തൊട്ടെങ്ങനെ അറിയുന്നേ? തൊടുന്ന കൈയും സ്വപ്നം. അത് ഈ തൊടുന്നവനും തൊടുന്നവളും തൊടുന്ന കൈയും എല്ലാം സ്വപ്നം. ഒരു പകൽക്കിനാവും. ഇതൊക്കെ എഴുതി വെച്ച പുസ്തകത്തിന് തീ പിടിക്കണ്ടേ? എന്തൊരറിവാണത്! അതാലോചിച്ച് നോക്കണം. ഉണ്മയെക്കുറിച്ചുള്ള ഗുരുവിന്റെ അറിവിന് അല്പാൽപമായി വിളങ്ങുന്ന അവസ്ഥ വിട്ട് എല്ലായിടത്തും വിളങ്ങുന്ന ആദ്യന്തവിഹീനമായ നിലയിൽ സ്വയം അറിയാം. വിഷയസ്പർശമില്ലാത്ത ശുദ്ധമായ അറിവെന്ന നിലയിൽ അത് വിളങ്ങുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം ഭൗതികമായി അറിയപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം അനന്തമായ അറിവിൽ കേവലം സ്വപ്നം മാത്രം.
വെറും സ്വപ്നം. കിഞ്ചിജ്ഞനായ അല്പജ്ഞനായ അവൻ അളവില്ലാത്ത അറിവിലേക്ക്, സർവജ്ഞത്വത്തിലേക്ക് എത്തുന്ന അറിവിനെയാണ് അതുകൊണ്ട് അറിയേണ്ടത്. വീണ്ടും കിഞ്ചിജ്ഞനാകാൻ ശ്രമിക്കരുത്. ഞാൻ കിഞ്ചിജ്ഞനാണ്, കിഞ്ചിജ്ഞനായ ഞാൻ വീണ്ടും കിഞ്ചിജ്ഞത്വം എന്തറിയുവാൻ? അതുകൊണ്ട് ദൃക്കിനെ അറിയുക, അറിയുന്നവനെ അറിയുക. അതിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അറിവിന് അളവില്ലാതെ ഏതറിയാം? അറിവിന് അളവില്ലാതെ അറിയുക. ഓരോ അറിവും അറിവിന് അളവുണ്ടാക്കുകയാണ്. എനിക്ക് മൈക്കറിയാം, എൻ്റെ അറിവ് പരിമിതമായി. എനിക്ക് മൈക്കിനെയും അമ്മയെയും അച്ഛനെയും ഈ ലോകത്തെയും സൃഷ്ടിക്കുന്ന ഞാനെന്ന ബോധത്തെ അറിയാം. അത് എന്നിലുണ്ടായി മറയുന്നതാണ്. നമ്മുടെ ശാന്തമ്മയെ അറിയില്ലേ? ആ ക്ലാസ്സിലൊക്കെ വരാറുണ്ടായിരുന്നവള്. നീ അറിയുന്നേ? എനിക്ക് ശാന്തമ്മയെ അറിയാം, ഭർത്താവ് ഗോപാലകൃഷ്ണനെ അറിയാം. എന്നാൽ അടുത്തയാള്, ഈ അറിവെല്ലാം ഏകമായ എന്റെ ബോധത്തിലായതുകൊണ്ട് എന്റെ ബോധത്തെ അറിയാം എന്നാരും പറയാറില്ല. ഈ ജഗത്തിൽ ഓരോന്നിനെ അറിയാം. എനിക്ക് റോസപ്പൂ അറിയാം, എനിക്ക് ബോട്ടണി അറിയാം, എനിക്ക് സുവോളജി അറിയാം, എനിക്ക് ആയുർവേദം അറിയാം, എനിക്ക് അലോപ്പതി അറിയാം, എനിക്ക് അതറിയാം, ഇതറിയാം. ഇതെല്ലാം കിഞ്ചിജ്ഞത്വമാണ്. ഇതൊന്നും അറിയില്ല. അറിയുന്നവയെ മുഴുവൻ അറിയുന്നൊരറിവുണ്ട്. അതിലെല്ലാം അറിയാം. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമപ്നോതി ന കാമകാമി. ഭഗവത്ഗീത. എല്ലായിടത്തു നിന്നും വരുന്ന വെള്ളം സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നത് നിറഞ്ഞു കവിയില്ല. അത് ആപൂര്യമാണമാണ്, അചലപ്രതിഷ്ഠമാണ്. തദ്വത്കാമായം പ്രവിശന്തി സർവേ. അത്തരം ഒരു അറിവിലെത്തിയാൽ ഈ കിഞ്ചിജ്ഞത്വമുള്ള കാമങ്ങളെല്ലാം പ്രവേശിച്ചാലും സശാന്തിം ആപ്നോതി, അവൻ ശാന്തനായിരിക്കുന്നു. ന കാമകാമി ശാന്തിം ആപ്നോതി. കാമകാമി ന ശാന്തിം ആപ്നോതി. മറ്റൊരിടത്തും പറയും ഭഗവാൻ ഇത്. പ്രളയജലം കൊണ്ടെല്ലാം നിറഞ്ഞാൽ പിന്നെ കിണറും കുളമൊക്കെ ഉണ്ടോന്ന്. യാവാനർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാന. അപ്പോ എല്ലായിടത്തും പ്രളയജലം വന്ന് മൂടിയാൽ പിന്നെ എന്റെ കുളം, എന്റെ കിണറ് എന്ന കിഞ്ചിജ്ഞത്വമില്ല. അതിന്റെ സ്പഷ്ടമായ വ്യാഖ്യാനം ഏകവും അദ്വയവുമായ ബോധം, അങ്ങനെയുള്ള സർവാതിരിക്തമായ അറിവ് എങ്ങനെ അതറിയും? ഇനി അടുത്ത ചോദ്യം അതാണല്ലോ, എങ്ങനെയാണത് അറിയുക? അത് പ്രാപ്യമോ അപ്രാപ്യമോ? അറിയേണ്ടത് അതാണ്. എങ്ങനെ അറിയും? ഇതാ പിടിച്ചോന്നാണ് നാരായണ ഗുരു പറയാം. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേദൻ അതുപോൽ അതുപോയി
അറിവേതെന്നിങ്ങതുപോയി അറിയുന്നങ്ങെന്ന് ഇതെങ്ങിരുന്നീടും അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും അറിവേതെന്നിങ്ങതുപോയി അറിയുന്നങ്ങ് എന്നിതെങ്ങിരുന്നീടും. അറിവിന്, ബോധത്തിന് നിറവുണ്ടെന്നു വന്നാൽ, നിറവ് പൂർണ്ണത, നിറമല്ല നിറവ്. അറിവിന് നിറവ് വന്നാൽ, അറിവ് നിറഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ മുഴുവൻ നിറഞ്ഞാൽ, അറിവിന് നിറവ് വന്നാൽ, സമ്പൂർണത വന്നാൽ, എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ, സർവവ്യാപകമെന്ന് ഉറച്ചാൽ, സർവവ്യാപിയാണ് അറിവ്. മതങ്ങളുടെ വംഗത്വവും ഇതും തമ്മിൽ അന്തരമുണ്ട്. മതം സർവവ്യാപിയായ ഈശ്വരനെ പരിമിതനാക്കിയിട്ടാ പഠിപ്പിക്കുന്നത്. പരിമിതനാക്കുന്ന നിമിഷം തന്നെ അറിയുന്നവൻ പരിമിതനായി. അറിയുന്ന ഒരു നിമിഷം അറിവ് സർവവ്യാപകമാണ് എന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിന് പരിമിതിയില്ല. പരിമിതപ്പെടുത്തിയാൽ പരിമിതമായതിനെ ഉപാസിച്ച് കിഞ്ചിജ്ഞത്വമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഭാരതീയർ ഈശ്വരനെ കിഞ്ചിജ്ഞത്വത്തിൽ ഉപാസിച്ചിട്ടില്ല. 37 മുമ്പ് വരെ ഭാരതത്തിൽ ക്ഷേത്രാരാധനയില്ല. നമുക്ക് എന്ന് പഠിപ്പിക്കുന്ന ചരിത്രമൊക്കെ അല്പം ഒന്ന് ആലോചിച്ചാൽ തെറ്റാണെന്ന് മനസ്സിലാവും. ഒന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ക്ഷേത്രവും ക്ഷേത്രാരാധനയും സാധനയുടെ ആദ്യപടിയാണെന്നാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരല്ല കയറേണ്ടിയിരുന്നത്. വേദവൈദികന്മാരായ ബ്രാഹ്മണർ ക്ഷേത്രത്തിൽ പോവുകയും സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ആരാധനാ സമ്പ്രദായം ക്ഷേത്രം വഴിയായുള്ളത് പ്രാഥമികമല്ല. സാധാരണ ജനങ്ങളാരും വീട്ടില് ഇപ്പം അടുത്ത കാലത്ത് പണിതല്ലാത്തിടത്തൊന്നും സാധാരണ ജനങ്ങളുടെ വീട്ടിലെങ്ങും പൂജിക്കാനുള്ള പൂജാമുറികളും ആരാധിക്കാനുള്ള സ്ഥലങ്ങളുമില്ല. അവൻ അടച്ച് കർമ്മം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അന്നായിരുന്നു അവനൊക്കെ ആത്മജ്ഞാനവും ഇന്നത്തേക്കാൾ കിട്ടിയിരുന്നത്. ചരിത്രപരമായി എതിരുണ്ടെങ്കിൽ പറയാം. അത് സാധാരണ ജനങ്ങളുടെ അല്ല. ആ 4 കെട്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ അസാധാരണമായി. സാധാരണ വീട്ടിലൊന്നും പടിഞ്ഞാറ്റയില്ല. പടിഞ്ഞാറ്റയെ കുറിച്ച് നന്നായി അറിയാം, അതില്ല. അതുകൊണ്ട് ആ പദം ഉൾപ്പെടെ പറഞ്ഞത്. ചരിത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് വഴിമാറ്റി പോകും. ക്രിസ്തുമതത്തിന്റെ ആരാധനാ സമ്പ്രദായവും മതം മാറ്റവും കണ്ട സർ CP രാമസ്വാമി അയ്യർ പാരലൽ ക്രിസ്ത്യാനിറ്റിയെ സൃഷ്ടിക്കാൻ ഹിന്ദുമതത്തെ ആ മാമോദിസ മുങ്ങാതെ മതം മാറ്റിയപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. വർഗപരമായി ഹിന്ദുമതത്തോടും അതിന്റെ സംഘടിത മുന്നേറ്റത്തോടും ക്രിസ്തുമതത്തിലേക്ക് പോകാതിരിക്കുന്നതിനോടുമുള്ള സർ CPയുടെയും അന്നത്തെ രാജാവിന്റെയും പ്രതിബദ്ധതയെ അംഗീകരിക്കാം. പക്ഷേ അത്
മാമൂസ മുങ്ങാതും ഒരു മതപരിവർത്തനത്തിന് വിധേയമാക്കിയെന്ന സത്യം അതിലൂടെ ആരാധിച്ചു പോകുമ്പോഴും നാം അറിയുന്നില്ല. ഇതതിന്റെ ചരിത്ര പശ്ചാത്തലം. അത് കൂടുതൽ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. അവിടെ സർവജ്ഞത്വം ഈശ്വരൻ്റെത് പരിമിതമാവുകയാണ്. ക്ഷേത്രങ്ങളൊന്നും അതിനുള്ളതായിരുന്നില്ല. ക്ഷേത്രം ദേശത്തിന്റെ, ക്ഷേത്രം ഗ്രാമത്തിന്റെ ഒക്കെ എടുത്താൽ ക്ഷേത്രത്തിന് മാത്രമേ സ്വത്തുണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷുകാരന്റെ ആഗമനം വരെ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് രാജാക്കന്മാർക്ക് പോലുമില്ല. ഏതെങ്കിലും രാജാവിനോ ഏതെങ്കിലും വ്യക്തിക്കോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആഗമനത്തിന് മുമ്പ് ഒരു തുണ്ട് ഭൂമി കരം തീരുവയായി പതിച്ചു കിട്ടിയതുള്ളതായി റെക്കോർഡുകളില്ല. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ചെന്ന് ഭണ്ഡാരമകപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാരുടെ ഓഫീസിൽ കയറി നിങ്ങൾക്ക് മുഴുവൻ രേഖകളും പരിശോധിക്കാം, എല്ലാ ജിഒയും GSും എല്ലാം. അതൊക്കെ ഇതിന് ശേഷം. രാജാവിനെവിടെ അവകാശം? തിരുവിതാംകൂർ ശ്രീ പപ്പനാവന്റെയാ. അവിടെ രാജാവിന് എന്താ അവകാശം? പപ്പനാവനാ കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന. രാജാവ് കോട്ടയ്ക്കകത്തല്ല, രാജാവ് ഭണ്ഡാരമകപ്പാട്ടത്തിലാണ് താമസിക്കുന്നത്. പാട്ടപ്പറമ്പിലാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ താമസിക്കുന്നത്. പപ്പനാവന്റെ പാട്ടപ്പറമ്പില്, പാട്ടപ്പറമ്പിൽ കിടക്കുന്ന സ്വന്തമായി ഭൂമിയില്ലാത്തവൻ ആർക്ക് പതിച്ചു കൊടുക്കാൻ? ഭാരതീയന്റെ ഈശ്വര സങ്കല്പവും ഭാരതീയന്റെ സോഷ്യലിസവും ഒക്കെ പഠിക്കണമെങ്കിൽ ഇനിയും ജനിച്ചു മരിക്കേണ്ടി വരും മനുഷ്യൻ. അല്ലെങ്കിൽ അവന് പ്രാചീനതയുടെ സംസ്കൃതി ഉണ്ടാവണം. എവിടെയാ അതിലുണ്ടായിരുന്നു? വേലിയും മതിലുമൊക്കെ കെട്ടാനും കുറ്റിയടിക്കാനും ഒക്കെ തുടങ്ങി. കുറ്റിക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട്? നിങ്ങളുടെ അമ്പലങ്ങളിലെ വഴിപാട് കൗണ്ടറുകൾക്ക് ക്ഷേത്രം തുടങ്ങിയ 2000 കൊല്ലത്തിന്റെ പഴക്കമുണ്ടോന്ന് നോക്കിയേ. ക്ഷേത്രം ഉണ്ടാക്കിയത് 2000 കൊല്ലം മുമ്പ്. അന്ന് ഉഴുന്നോടെ ഉണ്ടായിരുന്നോ മാല കെട്ടാൻ? വടമാല ഇടാൻ? ഇതൊക്കെ കുറെ കാലം കൊണ്ട് പ്രാചീനമാവും. നാളെ രാവിലെ ഞാനൊരെണ്ണം തുടങ്ങിയാൽ ഒരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് പ്രാചീനമാവും. മറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, സ്വകാര്യ സ്വത്തില്ലാത്ത ഒരു രാജ്യം, ഇന്നും സ്വകാര്യ സ്വത്തിൽ മോഹം വരാത്ത ഒരു ജനത, ആ പാരമ്പര്യം കൊണ്ട് ഇവിടുത്തെ ജനത, ഇവിടുത്തെ സംസ്കാരമുള്ള ജനത ഭാഗം വെക്കുമ്പോ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് വളരെ കുറച്ചാളുകളേ ഉള്ളൂ. ഇന്നും മറ്റ് രാജ്യങ്ങളിലെ അത്ര ഇതില് ആ അഭിമാനം മാധ്യമങ്ങളും ഒക്കെ ആഞ്ഞു ശ്രമിച്ചിട്ടും രക്തത്തിൽ വരുന്നില്ല. അതിന് കാരണം അതാണ്, സ്വകാര്യ സ്വത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഈശ്വരനെ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ഈശ്വര നിർവചനത്തിലാണ്, സ്വാഭാവിക ചൈതന്യമായിട്ടാണ്. അല്ലാതെ ആരാധിക്കാനും ആത്മാഭാവത്തിലെത്താനുള്ള വിഗ്രഹാരാധനയുമായിട്ടല്ല. ഈശ്വരനെ പരിമിതപ്പെടുത്തി ആരാധിക്കുമ്പോൾ ആദ്യം മനസ്സ് പരിമിതപ്പെടുകയാണോ വളരുകയാണോ? ആ പരിമിതമായ സങ്കല്പത്തിൽ വെച്ച് ഓരോന്നും ആരാധിച്ച് പൂജകൾ നിർവഹിച്ചു വരുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് മനസ്സ് വികസിക്കുകയാണോ? അതിലേക്ക് ചുരുങ്ങിയ അഹന്ത ഉണ്ടാവുകയാണോ? ചുരുങ്ങിയ അഹന്ത ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ഈ സമ്പ്രദായം ആത്മജ്ഞാനത്തിൽ എത്തിക്കുമെന്ന് പറഞ്ഞു ഫലിപ്പിക്കുന്നത്? അതല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിലും രാവിലെ ഇറങ്ങി പോകും, ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥത കിട്ടുമെന്ന് ഞാനത് സമ്മതിച്ചല്ലോ. ഞാനതിനെ എതിർത്തില്ലല്ലോ, ഞാനത് ആദ്യം പറഞ്ഞിട്ടാണല്ലോ. അങ്ങനെയെങ്കിലും എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ സമ്മതിച്ചാണ്. ഇങ്ങനെയെങ്കിലും എന്നുള്ളതിൽ മാത്രമാണ് അഭിപ്രായം. നല്ലപോലെ ആലോചിച്ചു. അറിവിന് നിറവുണ്ടായ അവിടെ പിന്നെ കിഞ്ചിജ്ഞത്വം ഇല്ല.
അറിവ് നിറഞ്ഞാൽ, സർവവ്യാപകമായാൽ, മതങ്ങൾ അറിവിനെ നിറവില്ലാതാക്കുന്നു. ജാതികൾ അറിവിനെ നിറവില്ലാതാക്കുന്നു. മനുഷ്യന്റെ പ്രാസ്ഥാനിക വികാസങ്ങൾ അത്രയും അറിവിനെ നിറവില്ലാതാക്കുന്നു. അറിവിന് നിറഞ്ഞൊഴുകാൻ, അതിർത്തിയില്ലാതെ വികസിക്കാൻ. ഇത് 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 എന്ന് പഠിപ്പിക്കുന്നത് അത്രയും അറിവിനെ പരിമിതപ്പെടുത്തുന്നു. അറിവിന് നിറവുണ്ടെന്ന് വന്നാൽ, അറിവ് നിറഞ്ഞാൽ, സർവസമ്പൂർണമാണെന്ന് വന്നാൽ, സർവവ്യാപകമാണെന്ന് വന്നാൽ, അറിവല്ലാതുള്ളത്, നിറഞ്ഞ അറിവിൽ അറിവല്ലാതുള്ളത്, അറിവിൽ നിന്ന് വേറിട്ടത് എന്നിരിക്കും? അറിവ് നിറഞ്ഞാൽ അറിവിന് വെളിയിലൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ അതും അറിവില്ല. അതാണ് നാരായണ ഗുരു സ്ഥാപിക്കുന്നത്. അറിവല്ലാതുള്ളത് എങ്ങിരുന്നിടും. എല്ലായിടത്തും അറിവ് നിറഞ്ഞു കഴിഞ്ഞിട്ട്, എല്ലായിടത്തും നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറിവല്ലാതൊന്നുണ്ട്, അങ്ങനൊന്നുണ്ടോ? സർവവ്യാപിയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ കിഞ്ചിജ്ഞനായൊരു ഈശ്വരനുണ്ടോ? അപ്പൊ ആദ്യത്തെ വാക്കിൽ അറിയാത്തവന് അറിയാൻ പറഞ്ഞപ്പോഴറിഞ്ഞില്ലേ? പിന്നെ അവൻ അറിയുന്നത് എവിടെയാണ്? കുഞ്ഞെ, ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തു. അത് നിനക്കറിയാൻ ഞാനൊരു വിഗ്രഹം തരിക. അത് ആദ്യത്തെ വാക്കിന്റെ നിഷേധമല്ലേ? കുഞ്ഞെ, നീ അതൊരിക്കലും അറിയാതിരിക്കാൻ നിന്നെ ഞാൻ ഈ വെട്ടിൽ വീഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സർവവ്യാപിയാണ് സത്യം, അറിവ് നിറവുള്ളതാണ്. എന്നാൽ അറിവ് അല്ലാതെ ഉള്ളത് എങ്ങ് ഇരുന്നിടും? എവിടെ ഇരിക്കും അത്? അറിവേതൻ ഇങ്ങ് അതുപോയി. അറിവ് ഏത്? അത് പോയി. സമ്പൂർണമായ അറിവ് ചെന്ന്, അറിവ് പോയിട്ട്, അറിവ് ചെന്ന്, അറിവ് നടന്നു എന്നു പറയുന്ന പോലെ ചെന്ന്. ഇന്ന അറിവേത്? ഇവിടെ ഏതറിവ്? അറിയുന്നത് എങ്ങിത്, അറിയുന്ന എങ്ങിത്, അവിടെ ഇത് അറിയുന്നത് എന്ന് എങ്ങിരുന്നിടും? എവിടെ സ്ഥിതി ചെയ്യും? അപ്പോ സമ്പൂർണമാണ് അറിവ് എന്ന് വന്നാൽ, എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ, സർവവ്യാപകമാണെന്ന് ഉറച്ചാൽ, അറിവല്ലാത്തത് എവിടെ ഇരിക്കും? അതെവിടെയാ സ്ഥിതി ചെയ്യാം? അത് പോയി സമ്പൂർണമായ അറിവ് ചെന്ന് ഇങ്ങ് അറിവേത്? ഇവിടെ ഏതറിവ്? അവിടെ ഇവിടെ ഇതം വൃത്തിയിൽ അറിവേത്? അറിയുന്ന അങ്ങ് എന്നിത്, അവിടെ ഇത് അറിയുന്നത് എന്ന്, അവിടെ ഇതറിയുന്നത് എന്ന് എവിടെ ഇരിക്കും? എവിടെ സ്ഥിതി ചെയ്യും? അപ്പൊ സർവവ്യാപകമാണ് അറിവെന്ന് വന്നാൽ പിന്നെ വേറിട്ടൊന്നിന്റെ കൽപ്പന യുക്തിരഹിതമാണ്. അത് യുക്തിക്ക് നിരക്കുന്നതല്ല. ജാഗ്രത് സ്വപ്ന സുഷുപ്തികളായ അന്യഥാഗ്രഹണവും അഗ്രഹണവും ഉളവാക്കുന്നത് ഗുണങ്ങളാണെന്നും, തന്നിൽ രൂപങ്ങളുടെ തോന്നലുളവാക്കി ബോധം മാറി നിന്ന് ആ നിഴലുകളെ അനുഭവിക്കുന്നു എന്നും ഭ്രമിക്കുകയാണ് ചെയ്യുന്നത്. അറിവ് നിറഞ്ഞാൽ ജാഗ്രതയില്ല, സ്വപ്നവുമില്ല, സുഷുപ്തിയില്ല, ഈ പരിമിതികളൊന്നുമില്ല. അതെല്ലാം അറിവിലുണ്ടായി മറയുന്ന കേവല കൽപ്പനകൾ മാത്രമാണ്. അതറിയാൻ സുഷുപ്തിയിൽ നിന്നും ഉളവായ അഹന്ത, സത്വം, രജസ്, തമസ്
എന്ന 3 ഗുണങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്. അങ്ങനെയാണ് ഇത് പരിമിതപ്പെടുത്തുന്നത്. ഗുണം വരുമ്പോഴേ ഇതുള്ളൂ. ഏതൊന്നു വരുമെങ്കിലും ഇന്ദ്രിയങ്ങളെ സംഹൃതങ്ങളാക്കി വെറുതെ ഇരുന്നാൽ വിലീനമായ ചിച്ഛക്തിയെ അപ്പോൾ ബോധ്യപ്പെടും. വെറുതെ ഒന്നിരുന്ന് നോക്കിയാൽ മതി, അപ്പൊ കാണാം ബോധം സർവവ്യാപകമായിരിക്കുന്നത്. വെറുതെ ഇരുന്നാൽ കാണാം. അതിനകത്തായി പണിയെടുക്കാനുള്ള പ്രാരബ്ധങ്ങൾ നിമിത്തം തമസ്സും രജസ്സും സത്വവും ചേർന്ന് വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം തമസ് മറയ്ക്കും. വിലീനമായ ചിച്ഛക്തിയെ തമസ് മറയ്ക്കും. ഒരു നിമിഷം ഒന്നിരുന്ന് നോക്കിയാൽ മതി. അപ്പൊ ബോധം മാത്രം കാണുന്ന ഒരു നിമിഷം തമസ് വന്നിട്ട് ബോധത്തെ മറച്ച് അമ്മ, ഭാര്യ, അച്ഛൻ, ഈശ്വരൻ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ബോധത്തെ മറയ്ക്കുന്നത് തമസ്, ഇതിനെ ഉണ്ടാക്കുന്നത് രജസ്, ഇതും ബോധവുമായി താദാത്മ്യപ്പെടുത്തുന്നത് സത്വം. ഇതാ കളി. ഇങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. നടന്നു പോകുന്ന ഒരുവൻ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഇവന്റെ ബോധം മറയും. ഒരു സെക്കൻഡ് മറയുമ്പോ അവന്റെ ബോധത്തില് പാമ്പിനെ അവൻ കാണും. പാമ്പിനെ കണ്ടപ്പോൾ ഭയം ഉണ്ടായി, ഹിസ്റ്റമിനൊക്കെ ഉണ്ടായി, കണ്ണിൽ ഇരുട്ട് കയറി, കാല് തളർന്നു. നോക്കിക്കോണം, ആദ്യം പാമ്പ് എന്നൊരൊറ്റ നിലവിളിയാണ്. അയ്യോ പാമ്പ്, മങ്ങിയ വെളിച്ചത്തിൽ നിലവിളിച്ച അടുത്ത നിമിഷം പാമ്പുവിനെ കടിച്ച പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ തന്നെ ഭയം വന്നു, ഹിസ്റ്റമിൻ വന്ന് നിറഞ്ഞു. ഹിസ്റ്റമിൻ വന്ന് നിറഞ്ഞതോടുകൂടി അവന്റെ കണ്ണിന്റെ കാഴ്ച പതുക്കെ കുറഞ്ഞു, ബോധം മെല്ലെ മറഞ്ഞു, താഴോട്ട് വീണു, മൂർച്ഛിച്ചു വീണു. പാമ്പാ കിടക്കുന്ന, അതിന്റെ പൊക്കത്തിലോട്ടാ വീണ്. കുറെ നേരം അങ്ങനെ കിടന്നു. പിന്നെ പതുക്കെ ബോധം വീണപ്പോ പയ്യെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അപ്പൊ ഞാനെങ്ങനെയാ ഇവിടെ വന്നേ? ചെറിയ മഴ ചാറുന്നുണ്ട്, അതിന്റെ വെള്ളം വീണപ്പോഴാ ബോധം പതുക്കെ വീണത്. നോക്കി കണ്ണു തിരിഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നേ? പാലക്കാട്ടുനിന്ന് ഞാന് പുറപ്പെട്ട ചെറിയ ചെറിയ ബോധം ഇങ്ങനെ വന്നപ്പോഴേക്ക് പാലക്കാട് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലം, പാലക്കാട്ട് നിന്ന് ഈ വഴിയെ വന്നത്, എന്തിനാ ഞാൻ വന്നത്, ഇവിടെ എങ്ങനെയാ വന്നത്, ഇവിടെ വീണത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പതുക്കെ എഴുന്നേറ്റപ്പോഴാ കയ്യിൽ വീണ്ടും പാമ്പ്, പിടിച്ചിരിക്കുന്ന പാമ്പിനെയാണ്. വീണ്ടും ഒന്നുകൂടെ ബോധം. ചിലപ്പോ ഈ പാമ്പിനെ തന്നെ പിടിച്ചിട്ടില്ല എന്ന് തോന്നിയാല് കഷ്ടിച്ചുണർന്നു വന്നപ്പം ഒരു ലജ്ജ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു സൈക്കിളിന്റെ ട്യൂബാണ് കിടക്കുന്നത്. അപ്പോഴാ ഓർമ്മ വന്ന, ഇവനാണ് ഇന്നലെ വീഴ്ചത്. സൈക്കിളിന്റെ ട്യൂബാണെന്ന് തിരിച്ചറിയുമ്പോൾ പാമ്പില്ല, അതുകൊണ്ട് ബോധം കിട്ടില്ല. പാമ്പാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സൈക്കിളിന്റെ ട്യൂബില്ല. ഞങ്ങളിത് പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ അപകടം കാണിക്കും. കയറിൽ പാമ്പിനെ കണ്ട് പേടിച്ചു. അങ്ങനെ പേടിക്കുകയില്ലാരും. കയറ് കണ്ടാൽ പാമ്പില്ല, പാമ്പ് കണ്ടാൽ കയറില്ല. കയറിനെ മറയ്ക്കുന്നത് തമസ്, പാമ്പിനെ കാണിക്കുന്നത് രജസ്. പാമ്പും ഞാനുമായി, ബോധവുമായി താദാത്മ്യപ്പെടുത്തുന്നത് സത്വം. ഈ 3 പേരും കൂടെ ഉണ്ടാക്കുന്ന കുണ്ടാമാണ്ടിയാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന ഈ വിശ്വം മുഴുവൻ. ഈ 3 പേരെ കടന്നാൽ, ഗുണാതീതനായാൽ വിശ്വമില്ല. ഇതിന് വിശ്വം ഉണ്ടാക്കുന്ന പണിയാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതെല്ലാം. അവിടെ മണ്ണ് കൊണ്ട് അപ്പം ചുട്ട്, മണ്ണപ്പം ചുട്ടുകൂട്ടി തിന്നാലും, ഉഴുന്നുവരിയും കൂടെ അരച്ച അപ്പം ചുട്ടു തിന്നാലും ജാഗ്രതും സ്വപ്നവും എന്ന ഭേദമല്ലാതെ അനുഭവത്തിന്റെ കിഞ്ചിജ്ഞത്വത്തിൽ ഭേദമില്ല. കൊച്ചുകുട്ടി ചിരട്ടയെടുത്ത് മണ്ണ് നിറച്ച് പൊത്തിവെച്ച് 2 മുട്ടും മുട്ടി എടുത്തു കളഞ്ഞ് അത് ഇലയെ കൊണ്ടുവന്നിട്ട് ഇഡലിയാണെന്ന് പറഞ്ഞ് ആളുകളെ ഇരുത്തി നാടകമൊന്നും കളിച്ചിട്ടില്ല ഇവിടെ. ഇഡലിയും ചട്നിയും ഒക്കെ തിന്നുമ്പോഴും അകത്തുണ്ടാകുന്ന സ്രവങ്ങൾ ഇഡലിക്കും ചട്നിക്കും ഉള്ളതൊക്കെ ഉണ്ടാവും. മുമ്പിലിരിക്കുന്നത് മണ്ണാണെങ്കിലും സങ്കല്പിക്കുന്ന മാത്രമുണ്ട്. കാരണം
അതിലെ മണ്ണ് മറയുകയും കുട്ടിയിൽ ഇഡലി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒറിജിനലായ ഉഴുന്നു അരി അരച്ച ഇഡലി ഉണ്ടാക്കുമ്പോഴും. സ്വപ്നവും ജാഗ്രതും വേറെയല്ല, രണ്ടും അന്യഥാഗ്രഹണമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനെന്ന ബോധം മണ്ണിൽ കല്ലിൽ പരിമിതപ്പെടുത്തി കിഞ്ചിജ്ഞനായി ഈശ്വരനെ സൃഷ്ടിച്ച് അതിന് മാലയുമിട്ട് പൂജിച്ച് അതിന്റെ സർവജ്ഞത്വത്തെ പരിമിതപ്പെടുത്തുമ്പോൾ, എന്റെ സ്വപ്നലോകങ്ങളെ ഉണർത്തുമ്പോൾ, ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും അവാന്തര പ്രകൃതികളെ എന്റെ സത്വവും രജസും തമസും ഉളവാക്കുന്ന ഈ ലോകങ്ങളെ നിരന്തരമായി ഞാൻ ഉണ്ടാക്കുമ്പോഴും മോചനം എനിക്ക് അന്യമാണ്. മതങ്ങൾ മോചനം തരാത്ത കെട്ടുപാടിന്റെ കേന്ദ്രങ്ങളും വഴക്കിന്റെ വിലാസഭൂമികളുമാണ്. ഇത് കേട്ടിട്ട് നാളെ രാവിലെ ഇത് വലിച്ചെറിഞ്ഞാലൊന്നും ഇതാവില്ല. എന്നാ ഇനി ഇന്ന് മുതലേ പണിക്ക് പോകുന്നില്ല. അത് പോകാതിരിക്കാനല്ല, അത് പോയേ തീരൂ. അത് തന്നെ ഇല്ലാതാകണം. ഇപ്പൊ ഉള്ളതൊന്നും നിർത്തണ്ട. ഇതൊരു കേൾവി കേട്ടതുകൊണ്ട് നാളെ രാവിലെ ഈ പൂത്താലിയൊക്കെ വലിച്ചെറിഞ്ഞ് ഇനി അങ്ങോട്ടില്ല, വേണ്ട. അത് പോയി ഇല്ലാതാകണം. തുടങ്ങിയാൽ തുടങ്ങാതിരുന്നാൽ ഉത്തമം. പോകുന്നവനെ നോക്കി കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോകാത്തവനേക്കാൾ ഭേദം പോകുന്നവനാണ്. കാരണം ചിലരുടനെ എന്നെ ഒന്ന് നോക്കിയിട്ട് ഞാനൊരൽപ്പം കേമനായില്ലേ സ്വാമിജി എന്നുള്ള മട്ടിൽ നോക്കി. വേണ്ട. പോകുന്നവനെ കുറ്റം പറയല്ലേ, അത് വേണ്ട. പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പോകാതിരിക്കുന്നത് ഉത്തമമാണെന്നും തെറ്റാണെന്നും ഞാൻ പറഞ്ഞില്ല. പോക്കിലും പോകാതിരിക്കലിലുമല്ല, ഈ അറിവിലാണ്. അതാണ് ഈ വാക്കിനിടയിൽ കിടക്കുന്ന സത്യം അറിഞ്ഞില്ലെങ്കിൽ ഈ സാധനം മുഴുവൻ പോവും. ഈ അറിവുണ്ടായിട്ട് പോയാലും പോയില്ലെങ്കിലും രസമാണ്. അറിഞ്ഞിട്ട് പോകാം, അറിഞ്ഞിട്ട് പോകാതെയും ഇരിക്കാം. അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടില്ല. അതാണ് അറിവിന് നിറവുണ്ടെന്ന് വന്നാൽ. അപ്പൊ ഈ സത്വം രജസ് തമസ് ഇവയായി പണിയുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, നിദ്രയുടെ ആരംഭത്തിലും നിദ്രാദവും ജാഗരസ്യാന്തേ യോ ഭാവ ഉപജായതേ തം ഭാവം ഭാവയൻ രാമ. ഏതൊരു ഭാവമാണോ ഉപജനിക്കുന്നത്, യോ ഭാവ ഉപജായതേ തം ഭാവം ഭാവയൻ രാമ. ജീവൻ മുക്ത സദാ ഭവേത്. സർവദാ ജീവൻ മുക്തനായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തമസ് സ്വചൈതന്യത്തെ മറയ്ക്കുന്നു, രജസ് തന്നിൽ പ്രതിബിംബിച്ച ചൈതന്യത്തെ മറയ്ക്കാതെ, എന്നാൽ ചൈതന്യമായി കാണിക്കാതെ നാനാരൂപങ്ങളായി തോന്നിപ്പിച്ച് പ്രകാശിപ്പിക്കുന്നു. സത്വഗുണം മുൻ പറഞ്ഞ രണ്ട് ഗുണങ്ങളെ സമന്വയിപ്പിക്കുന്നു. നാമരൂപ വിഷയാകാര പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നു, സമന്വയിപ്പിക്കുന്നു. ഇങ്ങനെ തമസും രജസും സത്വവും ഇവ ചേർന്നായി കളിക്കുന്നത്. അപ്പൊ സത്വം തമസിന്റെ ബാധയേറ്റ് ആ തമോ ഗുണത്തിൽ പ്രതിബിംബിച്ച ചൈതന്യം പ്രകാശരൂപമായിരിക്കും. അതും ഉപാധിബലം കൊണ്ട് ജഡം പോലെ പ്രകാശിക്കും. അപ്പോൾ ഉപാധിയെയും അതിൻ്റെ മായ തന്നെയും തന്നാൽ തനത് ഭാവമായി ലയിപ്പിക്കും. ഇങ്ങനെയാണ് ലോകം ഉണ്ടാകുന്നത്. ഇതില്ലാതിരിക്കാൻ വീതരാഗ ഭയക്രോധനാവുക, അതാണ് ഇതിന് വഴി. രാഗം ഭയം ക്രോധമൊന്നും ഇല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അറിവ് അതിൻ്റെ പൂർണ്ണതയിലെത്തിയാൽ നശിക്കുവോ? അറിവിന് നാശമുണ്ടോ? അത് അതിനെ വേറിട്ടറിയണോ? അടുത്ത ശ്ലോകം 5.